കുറേ നാൾക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തെരണ്ടി മീൻ നല്ല തേങ്ങയൊക്കെ അരച്ച് പുളിയൊക്കെ ചേർത്ത് എൻ്റെ ഒരു ടേസ്റ്റിന് അമ്മ ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അതിരിക്കട്ടെ, അതിൻ്റെ കൂടെ നമുക്ക് തെരണ്ടീൻ്റെ നെയ്യ് കിട്ടി കേട്ടോ. നിങ്ങൾ എത്ര പേർക്ക് അതറിയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ പൊതുവേ തെരണ്ടീൻ്റെ കൂടെ ഇങ്ങനെ തെരണ്ടി നെയ്യ് കിട്ടും. അപ്പോൾ ഈ തെരണ്ടി നെയ്യ് കായൻ്റെ കൂടെ കിഴങ്ങിൻ്റെ കൂടെയൊക്കെ നമ്മൾ ചേർത്തിട്ട് പുഴുക്ക് പോലെ വെക്കും കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കിഴങ്ങിൻ്റെ കൂടെ വെക്കാനാണ് അമ്മ പറഞ്ഞതെങ്കിലും ചെറുപ്പത്തിൽ അമ്മ നമുക്കിങ്ങനെ കായയുടെ കൂടെ ഇട്ട് തന്നൊരു ഓർമ്മ. നല്ല ചൂടോടെയുള്ള ഈ കായയും തെരണ്ടി നെയ്യുള്ള പുഴുക്ക് നല്ല വാഴയിലയിൽ ചൂടോടെ ഒഴിച്ച് അത് കുറച്ച് സമയം ഒരു രുചി പിടിക്കാൻ വെച്ചിട്ട് നമുക്ക് തന്നൊരു ഓർമ്മ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് കായ വെച്ചിട്ട് വേണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് അമ്മ അച്ഛനെ കൊണ്ട് കായൊക്കെ വാങ്ങിപ്പിച്ചു വന്നു. അപ്പോൾ എന്നിട്ട് അതെന്ത് ചെയ്തു, കായൊക്കെ നല്ലോണം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് പിന്നെ വെള്ളത്തിലൊക്കെ കഴുകി വൃത്തിയാക്കി. കായ ഇച്ചിരി വേവായതുകൊണ്ട് ഒരുമിച്ചല്ല വേവിക്കുന്ന, രണ്ടും കായ കുക്കറിലാണ് വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നന്നായിട്ട് കഴുകുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് കുക്കറിലേക്ക് മാറ്റി കുക്കറിലേക്ക് വേവിക്കാൻ വേണ്ടി വെച്ചു. നെയ്യ് പെട്ടെന്ന് വേവും. അപ്പോൾ വെറും ഉപ്പും മുളകും മഞ്ഞളും മാത്രം ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് അടുപ്പിൽ തന്നെ വേവിക്കാമെന്നാണ് അമ്മ പറഞ്ഞത്. ഓക്കെ, അങ്ങനെ അതിനുള്ള പുറപ്പാടാണ്. ഇപ്പോഴും എനിക്ക് എപ്പോഴും ഡൗട്ട്, പണ്ടത്തെ പോലെ തന്നെ കിട്ടുമോ? ചെറുപ്പത്തിൽ ഞാൻ കഴിച്ചോ അമ്മയുടെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അതേ ടേസ്റ്റ്, ആ ടേസ്റ്റ് എൻ്റെ നാവിലുണ്ട്. ആ ടേസ്റ്റിൽ തന്നെ അത് റീക്രിയേറ്റ് ആയിട്ട് വരുമോ, അമ്മ അത് ഉണ്ടാക്കുമോ എന്നൊക്കെ ഞാനിങ്ങനെ സംശയിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും വെച്ചു. അപ്പോൾ ഞാൻ ആ സമയത്ത് അമ്മയുടെ അടുക്കളയിലേക്കൊരു തിരനോട്ടം നടത്തി. അപ്പോൾ അമ്മേൻ്റെ അടുക്കള എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും തറവാട് വീടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ അടുക്കള അമ്മക്ക് എളുപ്പത്തിൽ അമ്മേൻ്റെ ഐഡിയയിലാണ് ഈ അടുക്കളയൊക്കെ ചെയ്തിട്ടുള്ളത്. അമ്മക്ക് ആവശ്യം ഇപ്പോൾ ഇങ്ങനെ ഒരു മസാല ഡബ്ബി വെക്കാൻ വേണ്ടി ഗ്രിൽസ് പണിയുമ്പോൾ അമ്മ ഇങ്ങനെ തട്ടാക്കിയിട്ട് അതിൽ സ്പൂണാക്കാനുള്ള കൊളുത്താക്കി വെച്ചതും, ഇങ്ങനെ ഒരു എക്സ്ട്രാ ഇങ്ങനെയുള്ള സംഭവം മെഷീനും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി എക്സ്ട്രാ ഒരു സ്പേസ് ആക്കിയതും എല്ലാം അമ്മേൻ്റെ ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അമ്മേൻ്റെ സ്ഥാപനം ജംഗമ വസ്തുക്കളാണ് ഈ അടുക്കളയിൽ കാണുന്നത്. ഇതൊന്നും ആരെക്കൊണ്ടും തൊടിയിപ്പിക്കില്ല. അങ്ങനെയാണ് അമ്മ. അപ്പോൾ പിന്നെ അമ്മേൻ്റെ അടുക്കളയിൽ വേറൊരു സാധനമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊക്കെ അമ്മേൻ്റെ പ്രധാനപ്പെട്ട ഗ്രൈൻഡർ, എയർ ഫ്രയർ, ഇൻഡക്ഷൻ കുക്കർ, പിന്നെ മിക്സി, പിന്നെ റൈസ് കുക്കർ, ഇതൊക്കെയാണ് അമ്മേൻ്റെ സ്വത്തുകൾ എന്ന് പറയുന്നത്. ആർക്കും കൊടുക്കില്ല. അപ്പോൾ ഇതൊക്കെ അമ്മേൻ്റെ ഐഡിയ തന്നെയാണ്. അമ്മേൻ്റെ എളുപ്പപ്പണിക്ക് വേണ്ടി, അമ്മേൻ്റെ സൗകര്യത്തിന് വേണ്ടി അമ്മ ചെയ്തു വെച്ചാണ്. ഇതാണ് ഞാൻ അമ്മേൻ്റെ അടുക്കളയിൽ കണ്ട ഏറ്റവും നല്ല കാര്യം. റേഡിയോ ഇങ്ങനെയുള്ളത് കൊണ്ട് നമുക്ക് പാട്ട് കേൾക്കാം, ന്യൂസ്. ചിലർ അടുക്കള ഒരു കാര്യം അറിയില്ല. അപ്പോൾ എന്തെങ്കിലും എനിക്ക് ഇൻ്റർവ്യൂകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അറിയിക്കേണ്ട കാര്യങ്ങളൊക്കെ അമ്മ